ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ദേവീ മഹാത്മ്യത്തിലെ ഒരു പ്രധാനപ്പെട്ട കഥാഭാഗമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്. അതായത് മധുവിൻ്റെയും കൈഡഭൻ്റെയും വധം, മധു കൈഡഭ വധം. അതിനു വേണ്ടിയിട്ട് മഹാദേവി മഹാമായയുടെ രൂപത്തിൽ അവതരിച്ച ആ ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മഹിഷാസുര വധം. എല്ലാവരും ഒരു നിമിഷം മഹാദേവിയെ പ്രാർത്ഥിച്ചു കൊള്ളുക. വളരെ ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ഈ കഥ മുഴുവനും നിങ്ങൾ കേൾക്കണം. നമുക്കറിയാം, ഈ ദേവന്മാരും അസുരന്മാരും എപ്പോഴും ശത്രുക്കളായിരുന്നു. കശ്യപന് അദിതിയിലും ദിതിയിലും ഉണ്ടായ പുത്രന്മാർ ആണ് ഇവർ രണ്ടുപേരും. അതായത് കശ്യപന് അദിതിയിലുണ്ടായ പുത്രന്മാരാണ് ദേവന്മാർ, കശ്യപന് ദിതിയിൽ ഉണ്ടായ പുത്രന്മാരാണ് അസുരന്മാർ. അതുകൊണ്ട് തന്നെ ത്രിലോകങ്ങളുടെയും ആധിപത്യം തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്നായിരുന്നു രണ്ടു കൂട്ടരുടെയും വാദം. അതിനുവേണ്ടി അവർ പലപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടേയിരുന്നു. ശക്തരായവർ ജയിക്കും, പരാജിതരായവർ വീണ്ടും ശക്തി സംഭരിച്ചു വന്ന് യുദ്ധം ചെയ്യും. ഇങ്ങനെ രണ്ടു കൂട്ടർക്കും ജയവും പരാജയവും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇതാണ് നമ്മൾ കുറേ കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച. അവരിൽ അസുരന്മാരുടെ ഒരു പ്രത്യേകതയുണ്ട്. അവർ സ്വന്തം കയ്യൂക്കിനെ മാത്രം ആശ്രയിക്കുന്നവരാണ്. അവർക്ക് സത്യത്തിലോ ധർമ്മത്തിലോ ഒന്നും തന്നെ വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല. വഞ്ചനയും കാപട്യവും സ്വീകരിക്കുന്നതിൽ അവർക്ക് യാതൊരു വിഷമവും തോന്നിയതുമില്ല. എന്നാൽ ദേവന്മാർ പലപ്പോഴും ദൈവത്തെ അല്ലെങ്കിൽ ഭഗവാനെ ആശ്രയിക്കും. അതാണ് അസുരന്മാരും ദേവന്മാരും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഭഗവാന്റെ കൃപ കൊണ്ടും സഹായം കൊണ്ടും മാത്രമാണ് എപ്പോഴും ദേവന്മാർ വിജയം കൈവരിച്ചിരുന്നത്. പക്ഷേ അസുരന്മാരങ്ങനല്ല. ആരുടെയും സഹായമൊന്നുമില്ല അവർക്ക് ജയം കിട്ടുന്നതിനായിട്ട്. അവരവരുടെ ശക്തി കൊണ്ടാണ് ജയം നേടിക്കൊണ്ടിരുന്നത്. ഒരിക്കൽ ദേവന്മാർ 3 ലോകങ്ങളുടെയും അധിപതികളായി വാണിരുന്ന കാലത്താണ് മഹിഷൻ എന്ന ഒരു അസുര രാജാവായി തീരുന്നത്. വലിയ ശക്തിമാനായിരുന്ന മഹിഷൻ വലിയൊരു സൈന്യം സംഭരിച്ച് ദേവരാജാവായ ഇന്ദ്രനെ യുദ്ധത്തിന് വിളിക്കുകയാണ്. രണ്ടു കൂട്ടരും ഒരുപോലെ ശക്തരായിരുന്നതിനാൽ 100 കൊല്ലം ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധം നീണ്ടുനിന്നു. വളരെ ഭയങ്കരമായ ഒരു യുദ്ധമായിരുന്നു അത്. ആ യുദ്ധത്തിൻ്റെ അവസാനം മായാവികളാണ് അസുരന്മാർ. മായാവികളായ അസുരന്മാർ ദേവന്മാരെ തോൽപ്പിക്കുകയും സ്വർഗത്തിൽ നിന്നും ഓടിച്ചു വിടുകയും ചെയ്തു. അതിനുശേഷം ഈ മഹിഷൻ സ്വയം പ്രഖ്യാപിക്കുകയാണ്, ഞാനാണ് ഇന്ദ്രൻ. ഇങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ട് 3 ലോകങ്ങളും മഹിഷാസുരൻ അടക്കി വാണു. ദേവന്മാർ പരാജയപ്പെട്ടു. അവരെവിടെ ചെന്നു? ബ്രഹ്മദേവനെ കാണാനായിട്ട് ചെന്നു, ബ്രഹ്മലോകത്ത് ചെന്നു. അതിനുശേഷം ബ്രഹ്മാവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ബ്രഹ്മാവ് പറഞ്ഞു, നമുക്ക് വൈകുണ്ഠത്തിലേക്ക് പോകാം. അങ്ങനെ ബ്രഹ്മാവും ദേവന്മാരും എല്ലാവരും കൂടി എവിടെ ചെന്നു? വൈകുണ്ഠത്തിൽ എത്തിച്ചേർന്നു. എന്നിട്ട് ശ്രീഹരിയോട് സങ്കടം പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നമുക്ക് കൈലാസത്തിൽ പോയി മഹാദേവനോട് സങ്കടം പറയാമെന്ന്. അങ്ങനെ ദേവന്മാരും ബ്രഹ്മദേവനും മഹാവിഷ്ണുവും എല്ലാവരും കൂടി എവിടെ ചെന്നു ചേർന്നു? കൈലാസത്തിൽ ചെന്നു. എന്നിട്ട് കാര്യങ്ങളെല്ലാം മഹാദേവനോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? മഹിഷൻ എന്ന അസുരൻ ദേവന്മാരെല്ലാവരെയും യുദ്ധത്തിൽ പരാജിതരാക്കി സ്വർഗത്തിൽ നിന്നും ഓടിച്ചു വിട്ടിരിക്കുന്നു. സൂര്യൻ, അഗ്നി, ഇന്ദ്രൻ
വായു, ചന്ദ്രൻ, യമൻ, വരുണൻ തുടങ്ങിയ ദേവന്മാർക്കൊന്നും ഇപ്പോൾ യാതൊരു അധികാരവും ഇല്ലാതായിരിക്കുന്നു. അവരുടെ എല്ലാം അധികാരം അസുരന്മാർ കൈയടക്കി. ഇനി എന്തു ചെയ്യും? ദേവന്മാർ ഭൂമിയിൽ സാധാരണ മനുഷ്യരെ പോലെ ഒളിച്ച് ജീവിക്കുകയാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷിക്കണം എന്ന് ദേവന്മാർ മഹേശ്വരനോട് അപേക്ഷിച്ചു. അപ്പോൾ മഹാദേവനും മഹാവിഷ്ണുവും ദേവന്മാരുടെ ഇത്തരത്തിലുള്ള കഷ്ടസ്ഥിതിയെപ്പറ്റി ആലോചിക്കുകയും അവർക്ക് ഭയങ്കരമായ ദേഷ്യം വരികയും ചെയ്തു. കോപം കൊണ്ട് ജ്വലിച്ചു നിൽക്കുന്ന ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ മുഖങ്ങളിൽ നിന്ന് മഹത്തായ ഒരു തേജസ് പുറത്തേക്ക് വന്നു. ആ സമയത്തു തന്നെ ദേവന്മാരുടെ ശരീരങ്ങളിൽ നിന്നും അത്യുജ്വലങ്ങളായ തേജസ് പുറത്തേക്ക് വന്നു. ആ തേജസ്സുകളുടെ പ്രകാശം ലോകം മുഴുവനും വ്യാപിച്ചു. ക്രമേണ ആ തേജസ്സുകളെല്ലാം ഒന്നായി തീർന്ന് ഒരു സ്ത്രീ രൂപം പൂണ്ടു. അതായത് ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും മഹേശ്വരൻ്റെയും മുഖത്തു നിന്നും ഉണ്ടായ തേജസ്സും അതുപോലെ തന്നെ ദേവന്മാരുടെ ശരീരങ്ങളിൽ നിന്നുണ്ടായ തേജസ്സും എല്ലാം കൂടി ചേർന്ന് ഒരു സ്ത്രീ രൂപം അവിടെ ഉണ്ടാവുകയാണ്. മഹാദേവന്റെ തേജസ്, അതായത് ശൈവ തേജസ്, ആ ദിവ്യരൂപത്തിൻ്റെ മുഖമായി തീർന്നു. അതുപോലെ വൈഷ്ണവ തേജസ് ബാഹുക്കളായും, അതായത് കൈകളായും, ബ്രഹ്മ തേജസ് പാദങ്ങളായും ഭവിച്ചു. യമന്റെ തേജസ് കേശങ്ങളും, സോമന്റെ തേജസ് സ്തനങ്ങളും, വരുണന്റെ തേജസ് വിരലുകളുമായി രൂപം പ്രാപിച്ചു. വസുക്കളുടെ തേജസ് കൈവിരലുകളായും, കുബേരന്റെ തേജസ് നാസികയായും, പ്രജാപതിയുടെ തേജസ് പല്ലുകളായും, അഗ്നിയുടെ തേജസ് 3 നേത്രങ്ങളായും കാണപ്പെട്ടു. അങ്ങനെ ഓരോ ദേവന്മാരുടെയും തേജസ് ഓരോ അവയവം ആയിത്തീർന്ന ആ ദേവീരൂപം നോക്കുന്നവരുടെ കണ്ണഞ്ചിക്കുമാറ് അത്യുജ്വലമായി പ്രകാശിച്ചു. അതുകണ്ട് ദേവന്മാരെല്ലാവരും സന്തോഷിച്ചു. ദേവിയെ യുദ്ധസന്നദ്ധയാക്കുവാൻ അവരെല്ലാവരും ഓരോരോ ആയുധങ്ങൾ ദേവിക്ക് സമ്മാനിച്ചു. ശിവൻ ശൂലവും, വിഷ്ണു ചക്രവും, വരുണൻ ശംഖും, അഗ്നി ശക്തിയും നൽകി. വായു അമ്പു നിറഞ്ഞ അവനാഴിയും വില്ലും കൊടുത്തപ്പോൾ ദേവേന്ദ്രൻ വജ്രായുധവും, യമൻ കാലദണ്ഡും, വരുണൻ പാശവും ആയുധങ്ങളായി മഹാദേവിക്ക് കൊടുത്തു. ബ്രഹ്മാവ് കമണ്ഡലവും, പ്രജാപതി അക്ഷമാലയും, ക്ഷീരസമുദ്രം അമലങ്ങളായ ഹാരങ്ങളും എന്നും നവമായിരിക്കുന്ന പട്ടുവസ്ത്രങ്ങളും, കാലൻ വാളും പരിചയും സമ്മാനിച്ചു. അതുപോലെ വിശ്വകർമാവ് ചൂടാരത്നവും ദിവ്യ ആഭരണങ്ങളും അങ്കുലീയങ്ങളും ദാനം ചെയ്തു. സമുദ്രദേവത ഒരിക്കലും വാടാത്ത പങ്കജമാലകളും പോർച്ചട്ടയും പ്രദാനം ചെയ്തു. ഹിമവാൻ വാഹനമായി സിംഹത്തെ മഹാദേവിക്ക് കൊടുത്തു. കുബേരൻ സുരാപൂർണമായ പാനപാത്രവും, അനന്തൻ മഹാമണി വിഭൂഷിതമായ നാഗഹാരവും നൽകി. അങ്ങനെ ദേവന്മാരിൽ നിന്ന് ആഭരണങ്ങളും ആയുധങ്ങളും സിദ്ധിച്ച് സന്തുഷ്ടയായ ദേവി വീണ്ടും വീണ്ടും അട്ടഹസിച്ചു. ആ ഭയങ്കരമായ ശബ്ദം കേട്ട് ലോകം മുഴുവനും നടുങ്ങി. മഹാദേവിയുടെ അട്ടഹാസത്തിൻ്റെ പ്രകമ്പനം കൊണ്ട് കടലുകൾ മുഴുവനും ഇളകി മറിഞ്ഞു. ഭൂകമ്പം കൊണ്ട് പർവ്വതങ്ങൾ ചലിച്ചു. സിംഹവാഹിനിയായ മഹാദേവിയുടെ ഇത്തരത്തിലുള്ള സംരംഭം കണ്ട് ദേവന്മാർ ജയ ജയ ശബ്ദം മുഴക്കി അഭിനന്ദിച്ചു.
മുനിമാർ ഭക്തി കൊണ്ട് നമ്ര ശിരസ്കരായി മഹാദേവിയെ സ്തുതിക്കുവാൻ തുടങ്ങി. ആ സമയത്ത് അസുരന്മാർ അവർ അപ്രതീക്ഷിതമായ ശബ്ദകോലാഹലവും പ്രകൃതി ക്ഷോഭവും കണ്ട് ഇതെന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. മഹിഷാസുരൻ ചോദിക്കുകയാണ്, എന്താണ് ഇത്ര വലിയ ഒരു ശബ്ദം? എന്തുകൊണ്ടാണ് ഭൂമി ഇങ്ങനെ കുലുങ്ങുന്നത്? ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് ആയുധം ധരിച്ചുകൊണ്ട് ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ഓടുവാൻ തുടങ്ങി. അതുകണ്ട് മറ്റ് അസുരന്മാരും യുദ്ധത്തിനു തയ്യാറായി ആയുധവും ഏന്തിക്കൊണ്ട് മഹിഷൻ എന്ന അസുരനെ അനുഗമിച്ചു. അവർ അടുത്തു ചെന്നപ്പോൾ കണ്ടതെന്താണ്? തേജോരൂപിണിയായ ദേവി, അമ്പരചുംബിയായ കിരീടത്തോടു കൂടിയ മഹാദേവിയുടെ ഓരോ കാൽവെപ്പിലും ഭൂചലനം അനുഭവപ്പെടുന്നു. ആയിരക്കണക്കായ കൈകൾ കൊണ്ട് ഭൂമണ്ഡലം നിറഞ്ഞു നിൽക്കുന്നു എന്ന് മാത്രമല്ല, ഞാണൊലി കൊണ്ട് ദിക്കെങ്ങും മാറ്റൊലി കൊള്ളുകയും ചെയ്യുന്നു. ദേഹത്തിൽ നിന്നും പുറപ്പെടുന്ന തേജസ്സു കൊണ്ട് സർവത്ര പ്രകാശം പരത്തി നിൽക്കുന്ന മഹാദേവിയോട് മഹിഷാസുരൻ ഉടൻ തന്നെ യുദ്ധം ചെയ്യുവാൻ തയ്യാറായി. അതിനുശേഷം ഹരേ കൃഷ്ണ, രണ്ടു പേരും തമ്മിൽ വാശിയോടുകൂടി യുദ്ധം ആരംഭിച്ചു. മഹിഷാസുരന് വലിയ സൈന്യമുണ്ട്. 60,000 തേരുകളുണ്ടായിരുന്നു. 1 കോടി രഥങ്ങളുണ്ടായിരുന്നു. വീരന്മാരായ മന്ത്രിമാരും സേനാനായകന്മാരും മഹിഷാസുരൻ്റെ കൂടെ യുദ്ധം ചെയ്യാൻ തയ്യാറായി അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അതിനനുസരിച്ച് ആനകളും കുതിരകളും കാലാൾ പടയും ഉണ്ടായിരുന്നു. ഇതെല്ലാം ചേർന്ന് ആ സൈന്യം ഒരു മഹാസമുദ്രം പോലെ അവിടെ കാണപ്പെട്ടു. ഈ സൈന്യത്തിൻ്റെ മുഴുവനും നേതൃസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് മഹിഷാസുരൻ തന്നെ മഹാദേവിയോട് യുദ്ധം ചെയ്യുകയാണ്. ഒരു സ്ത്രീയായ ദേവിയെ എളുപ്പത്തിൽ ജയിക്കാം എന്നാണ് അവർ ആദ്യം വിചാരിച്ചത്. എങ്കിലും യുദ്ധം തുടങ്ങിയപ്പോൾ അതത്ര എളുപ്പമല്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. എങ്കിലും പല വിധത്തിലുള്ള ആയുധങ്ങൾ പ്രയോഗിച്ച് അവർ ദേവിയെ വധിക്കുവാൻ ശ്രമിച്ചു. മഹാദേവിയാകട്ടെ യാതൊരു പരിഭ്രമവും കൂടാതെ ഇതൊക്കെ ഒരു കളിതമാശയായിട്ട് കണ്ടുകൊണ്ട് ഈ അസുരന്മാർ അയക്കുന്ന അസ്ത്രങ്ങളെല്ലാം മുറിച്ച് കളഞ്ഞു. ആ സമയത്ത് ആകാശത്ത് ദേവന്മാരും മഹർഷിമാരും നിരന്നു നിൽക്കുന്നുണ്ടായിരുന്നു. അവർ മഹാദേവിയെ സ്തുതിഗീതങ്ങൾ കൊണ്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ മഹാദേവിയും അസുരന്മാരുടെ മേൽ അസ്ത്രങ്ങൾ വർഷിച്ചു തുടങ്ങി. ദേവിയുടെ വാഹനമായ സിംഹം ദേഷ്യത്തോടുകൂടി അസുരന്മാരുടെ ഇടയിൽ ഓടി നടന്ന് ധാരാളം അസുരന്മാരെ വധിച്ചു. യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന അംബികയുടെ ഓരോ നിശ്വാസങ്ങളിൽ നിന്ന് 100 കണക്കിന് ഗണങ്ങൾ ആവിർഭവിച്ച് അവരും ആയുധം ധരിച്ചുകൊണ്ട് യുദ്ധരംഗത്ത് എത്തിച്ചേർന്നു. ദേവിയുടെ ശക്തിയാൽ ഉത്തേജിതരായ മഹാദേവിയുടെ ഗണങ്ങൾ അവർ അസുരന്മാരെ നശിപ്പിച്ചു തുടങ്ങി. അതോടുകൂടി പടഹം, ശംഖ്, മൃദംഗം മുതലായ വാദ്യങ്ങൾ കൊണ്ട് അവർ ഭയങ്കരമായ ശബ്ദങ്ങൾ ഉണ്ടാക്കി. ആ ശബ്ദവും അതിൻ്റെ പ്രതിധ്വനിയും അസുരന്മാരുടെ മനോധൈര്യത്തെ നശിപ്പിക്കുവാൻ പര്യാപ്തമായിരുന്നു. ദേവി വേല്, വാള് മുതലായ ആയുധങ്ങൾ കൊണ്ട് 100 കണക്കിന് അസുരന്മാരെ കൊന്നു വീഴ്ത്തി. ചിലർ ഈ വാദ്യങ്ങളുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ
നിലത്തു വീണ് മരിച്ചുപോയി. മറ്റു ചിലരെ കയറുകൊണ്ട് കെട്ടി ഭൂമിയിൽ കൂടി വലിച്ചു കൊണ്ടുപോയി. എന്നിട്ട് അവരെ മൂർച്ചയേറിയ വാളുകൊണ്ട് അല്ലെങ്കിൽ ശൂലം കൊണ്ടൊക്കെ കുത്തി കൊന്നു. അങ്ങനെ മഹാദേവിയുടെ വാഹനമായ സിംഹവും അതുപോലെ മഹാദേവിയുടെ നിശ്വാസത്തിൽ നിന്നും ജനിച്ച മഹാദേവിയുടെ സൈന്യവും അസുരന്മാരുടെ ഇടയിൽ കൂടി ഓടി നടന്ന് പല വിധത്തിൽ അസുരന്മാരെ നശിപ്പിച്ചു. അങ്ങനെ മഹാശക്തിയായ മഹാദേവിയോട് യുദ്ധം ചെയ്യാൻ പ്രയാസമാണ് എന്ന ഒരു തോന്നൽ അസുരന്മാർക്കും അതുപോലെ തന്നെ മഹിഷാസുരനും ഉണ്ടായി. മഹിഷാസുരൻ്റെ ഒരു സേനാനായകനാണ് ചിക്ഷുരൻ. മഹാദേവിയും ദേവിയുടെ വാഹനമായ സിംഹവും ദേവിയുടെ ഗണങ്ങളും കൂടി അസുരന്മാരെ ഇങ്ങനെ നശിപ്പിക്കുന്നത് കണ്ടിട്ട് ചിക്ഷുരന് വലിയ ദേഷ്യം വരികയും ദേവിയുടെ അഹങ്കാരം നശിപ്പിക്കുവാൻ തീർച്ചപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ട് അയാൾ സ്വയം ദേവിയോട് യുദ്ധം ചെയ്യുവാനായി ഓടി വന്നു. വളരെ വേഗതയുള്ള തേരിലേറി ആണ് അയാൾ ദേവിയോട് യുദ്ധം ചെയ്യാനായിട്ട് വന്നത്. എന്നിട്ട് ശരവർഷം കൊണ്ട് അയാൾ ദേവിയെ ആക്രമിച്ചു. പർവ്വതത്തിൻ്റെ കൊടുമുടിയിൽ മേഘജലം വർഷിക്കുന്നത് പോലെയാണ് ശരങ്ങൾ വന്നു വീണിരുന്നത്. എന്നാൽ മഹാദേവി അതെല്ലാം ഒരു ലീലയായി കണ്ടുകൊണ്ട് അനായാസേന തടുത്തു കളഞ്ഞു. മാത്രമല്ല, ഈ ചിക്ഷുരൻ്റെ സാരഥിയെയും അതുപോലെ കുതിരകളെയും മഹാദേവി കൊന്നുകളയുകയും ചെയ്തു. കൊടിമരവും വില്ലും മുറിച്ചു. തേരും വില്ലും നഷ്ടപ്പെട്ട ചിക്ഷുരൻ എന്തു ചെയ്തു? വാളും പരിചയും എടുത്തുകൊണ്ട് തേരിൽ നിന്നും ഇറങ്ങി ദേവിയുടെ നേരെ ചാടി വീണു. ദേവിയുടെ വാഹനമായ സിംഹത്തിൻ്റെ ശിരസിൽ ആ വാളുകൊണ്ട് ശക്തിയായി വെട്ടാനായി പോയി. എന്നാൽ വാള് പിന്നോക്കം തെറിച്ചതല്ലാതെ സിംഹത്തെ ഒന്നും ചെയ്യുവാൻ സാധിച്ചില്ല. തൻ്റെ പ്രയോഗം നിഷ്ഫലമായത് കണ്ടപ്പോൾ ചക്ഷുരന് കോപം വർദ്ധിച്ചു. പിന്നെ ദേവിയുടെ ഇടത് കയ്യെ ലക്ഷ്യമാക്കി ഈ വാളുകൊണ്ട് വെട്ടിയപ്പോൾ വാളു തന്നെ പലതായി മുറിഞ്ഞു വീണു. അപ്പോൾ അയാൾ ശൂലമെടുത്തുകൊണ്ട് മഹാദേവിയുടെ നേരെ ആക്രമിക്കാനായിട്ട് ചെന്നപ്പോൾ ആ ശൂലം കൊണ്ട് തന്നെ ചിക്ഷുരനെ മഹാദേവി വധിച്ചു. അത് കണ്ടപ്പോൾ മറ്റൊരു സേനാനായകനായ ചാമരൻ ആനപ്പുറത്തു കയറി വന്ന് ദേവിയോട് യുദ്ധം ചെയ്തു. അവനെ വധിച്ചത് മഹാദേവിയുടെ വാഹനമായ സിംഹമാണ്. സിംഹം ചാമരൻ എന്ന മഹിഷാസുരൻ്റെ സേനാനായകനെ വധിച്ചു. അങ്ങനെ വലിയ യുദ്ധം അവിടെ നടക്കുന്നു. തൻ്റെ സൈന്യങ്ങളും സേനാനായകന്മാരുമെല്ലാം നശിക്കുന്നത് കണ്ട് കോപത്തോടുകൂടി മഹിഷാസുരൻ വിചാരിക്കുകയാണ്, എന്നാൽ ഇനി താൻ തന്നെ ഈ സ്ത്രീയോട് യുദ്ധം ചെയ്യാം എന്ന് തീരുമാനിച്ചിട്ട് എന്തു ചെയ്യുകയാണ്? നേരെ മഹാദേവിയോട് ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യാനായിട്ട് വന്നു. അതിനുശേഷം ഇവർ തമ്മിൽ യുദ്ധമായി. കുറച്ചു കഴിഞ്ഞപ്പോൾ മഹിഷാസുരൻ സ്വയം ഭയങ്കരമായ ഒരു മഹിഷത്തിൻ്റെ രൂപം ധരിക്കുകയും ദേവിയുടെ സൈന്യങ്ങളെ ഭയപ്പെടുത്തുവാൻ തുടങ്ങുകയും ചെയ്തു. അവൻ എന്തു ചെയ്യുകയാണ്? കൊമ്പും കുലുക്കി വാലുമൊക്കെ ആട്ടിക്കൊണ്ട് ദേവിയുടെ സൈന്യത്തിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ ഓടി നടന്ന് ദേവിയുടെ സൈന്യങ്ങളെ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങി. ദേവിയുടെ വാഹനമായ സിംഹത്തിനെ പോലും അവൻ ഉപദ്രവിക്കുവാൻ തുടങ്ങി. കൊമ്പുകൊണ്ട് വലിയ പാറകളൊക്കെ ഇങ്ങനെ പൊക്കിയെടുത്തിട്ട് സിംഹത്തിൻ്റെ നേരെ എറിയുകയും ഒക്കെ ചെയ്തു. എന്നിട്ട് വാലുകൊണ്ട് എല്ലാവരെയും അടിക്കുവാനും തുടങ്ങി. ഇപ്രകാരം ലോകം മുഴുവനും വിറപ്പിച്ചു കൊണ്ടുവരുന്ന മഹിഷാസുരനെ കണ്ട ചണ്ഡിക
താമസിയാതെ അവനെ വധിക്കണം എന്ന് തീർച്ചപ്പെടുത്തി. ആദ്യം തന്നെ വലിയ ഒരു കയറെടുക്കുകയും അവൻ്റെ ദേഹം വരിഞ്ഞുകെട്ടുകയും ചെയ്തു. യുദ്ധത്തിൽ കയറുകൊണ്ട് കെട്ടപ്പെട്ട അവൻ ഉടൻ തന്നെ മഹിഷം എന്ന രൂപത്തെ വെടിയുകയും മായ കൊണ്ട് ഒരു വലിയ സിംഹമായി പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ദേവി ആ സിംഹത്തിൻ്റെ തല വെട്ടിക്കളഞ്ഞു. മായാവിയായ മഹിഷൻ ഉടനെ സിംഹത്തിൻ്റെ ശരീരം ഉപേക്ഷിച്ച് ഒരു പുരുഷനായി വന്ന് വാളും കയ്യിലെടുത്ത് യുദ്ധം ചെയ്യുവാനായിട്ട് തുടങ്ങി. ആ വാളും പരിചയും മുറിഞ്ഞപ്പോൾ അവൻ ഒരു വലിയ ആനയുടെ രൂപത്തിൽ വന്ന് സിംഹത്തെ പിടിച്ച് വലിക്കുവാൻ തുടങ്ങി. ഉടൻ തന്നെ മഹാദേവി ആനയുടെ കൈകൾ വെട്ടിക്കളഞ്ഞു. അസുരൻ വീണ്ടും മഹിഷത്തിൻ്റെ രൂപം ധരിച്ച് ആക്രമിക്കുവാനായി അടുത്തേക്ക് വന്നു. 3 ലോകങ്ങളെയും വിറപ്പിച്ചു കൊണ്ടുവരുന്ന മഹിഷരൂപിയായ മഹിഷാസുരനെ കണ്ട് അതീവ ക്രുദ്ധയായ ചണ്ഡിക ആവേശം പകരുവാനായി അല്പം മധു പാനം ചെയ്യുവാൻ തീർച്ചപ്പെടുത്തി. ക്രോധം കൊണ്ട് മഹാദേവി പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, നിൽക്ക് നിൽക്ക് അസുര, ഞാൻ ഈ മധുപാനം ചെയ്തു കഴിയട്ടെ. നിന്റെ വധം കൊണ്ട് സന്തുഷ്ടരായ ദേവകൾ ഇവിടെ തന്നെ നൃത്തം വയ്ക്കുന്നത് താമസിയാതെ നിനക്ക് കാണാം. അതിനുശേഷം ചണ്ഡിക ആ മഹിഷത്തിൻ്റെ പുറത്ത് കയറി ഇരിക്കുകയും മഹിഷത്തിൻ്റെ കഴുത്തിൽ ചവിട്ടുകയും ശൂലം കൊണ്ട് കുത്തുകയും ചെയ്തു. ആ സമയത്ത് ഈ മഹിഷരൂപിയായ അസുരൻ്റെ തല പുറത്തേക്ക് വരികയും മഹാദേവി ഉടൻ തന്നെ തൻ്റെ വാളുകൊണ്ട് ആ അസുരൻ്റെ തല വെട്ടി വീഴ്ത്തുകയും ചെയ്തു. ഹരേ കൃഷ്ണ. അങ്ങനെ മഹിഷൻ എന്ന അസുരനെ മഹാദേവി വധിച്ചു. മഹിഷൻ എന്ന അസുരൻ മരിച്ചു വീഴുന്നത് കണ്ട് ഈ അസുര സൈന്യങ്ങളെല്ലാം 4 പാടും ചിതറി ഓടിക്കളഞ്ഞു. മഹിഷാസുരൻ മരിച്ചു പോയിരിക്കുന്നു. അവനെ മഹാദേവി വധിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് കണ്ട് ദേവന്മാരെല്ലാവരും സന്തോഷിച്ചു. ദേവന്മാരും മഹർഷിമാരും മഹാദേവിയെ സ്തുതിക്കുവാൻ തുടങ്ങി. ഗന്ധർവന്മാർ പാട്ടുപാടി, അപ്സര സ്ത്രീകൾ നൃത്തം ചെയ്തു. സർവത്ര ആനന്ദമയം. അങ്ങനെ ആനന്ദത്തോടു കൂടി അവർ പുഷ്പവൃഷ്ടി നടത്തുകയും അതിനുശേഷം ദേവന്മാരും മഹർഷിമാരും എല്ലാവരും തന്നെ മഹാദേവിയെ സ്തുതിക്കുകയും ചെയ്തു. ഒരുപാട് നാമങ്ങൾ ജപിച്ചുകൊണ്ട് മഹാദേവിയെ സ്തുതിച്ച് അവർ ദേവിയെ സന്തോഷിപ്പിച്ചു. ഇങ്ങനെയാണ് ചണ്ഡിക മഹിഷൻ എന്ന ദുഷ്ട അസുരനെ നിഗ്രഹിച്ചത്. ഹരേ കൃഷ്ണ. ഈ കഥ സുമേധസ് എന്ന മഹർഷി രാജാവിനും വൈശ്യനും പറഞ്ഞു കൊടുക്കുന്നതാണ്. അതിനുശേഷം ആ മഹർഷി രാജാവിനോടും വൈശ്യനോടും എന്താണ് പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് കേൾക്കണ്ടേ? അദ്ദേഹം പറയുകയാണ്, യോഗമായ രൂപത്തിൽ ആവിർഭവിച്ച് മധു കൈഡഭ അസുരന്മാരെ വധിക്കുവാൻ മഹാവിഷ്ണുവിനെ സഹായിച്ച ആ ദേവി തന്നെ ഇപ്പോൾ എല്ലാ ദേവന്മാരുടെയും ദേഹങ്ങളിൽ നിന്നും ആവിർഭവിച്ച് എങ്ങനെയാണ് മഹിഷൻ എന്ന അസുരനെ വധിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ജഗന്മോഹിനിയായ ഈ ദേവി തന്നെയാണ് നിങ്ങളുടെ മനസ്സിനെയും വ്യാമോഹിപ്പിച്ച് സംസാരത്തിലേക്ക് വലിച്ച് ഇഴയ്ക്കുന്നത്. ദേവന്മാരെ പോലെ തന്നെ ഈ ദേവിയുടെ പാദപത്മങ്ങളെ ആശ്രയിക്കുക മാത്രമാണ് ദുഃഖങ്ങളിൽ നിന്നും മോഹങ്ങളിൽ നിന്നും രക്ഷ പ്രാപിക്കുവാനുള്ള ഏക മാർഗം. ഇനി മഹിഷാസുരമർദിനിയായ ആ മഹാദേവി തന്നെ എങ്ങനെയാണ് ശ്രീ പാർവതീദേവിയുടെ ദേഹത്തിൽ നിന്നും ആവിർഭവിച്ച് ശുംഭനെയും നിശുംഭന്മാരെയും നിഗ്രഹിച്ചതെന്ന് ഞാൻ നിങ്ങൾക്ക്
വിസ്തരിച്ച് പറഞ്ഞു തരാം. നിങ്ങൾ കേൾക്കാൻ തയ്യാറാണോ എന്ന്. ആ മഹർഷി, സുമേധസ് എന്ന മഹർഷി, രാജാവിനോടും വൈശ്യനോടും ചോദിക്കുകയാണ്. അപ്പോൾ അവർ സന്തോഷത്തോടുകൂടി മഹാദേവിയുടെ ശുംഭനിശുംഭ വധം കേൾക്കുവാൻ തയ്യാറായി. നിങ്ങളും തയ്യാറാണോ? തയ്യാറാണെങ്കിൽ നമുക്ക് അടുത്ത അധ്യായത്തിൽ മഹാദേവി ശ്രീ പാർവതീദേവിയുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് ആവിർഭവിച്ച് വരുന്നതും അതിനുശേഷം ഈ അസുരന്മാരെ വധിക്കുന്നതും നമുക്ക് കേൾക്കാം. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ കമൻ്റ് ഇടുക. ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത അധ്യായത്തിൽ ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരാം. ഇന്നത്തെ മഹിഷാസുര വധം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. വീഡിയോ ലൈക്ക് ചെയ്യണം. നാമം ജപിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അമ്മ മഹാമായയുടെ അനുഗ്രഹം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.